ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയാണ്. ദോശയും സാമ്പാറുമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുക്കിംഗ് ഒക്കെ എന്തോരുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ തിരക്കാണെങ്കിൽ വീഡിയോ എടുക്കത്തില്ല, അല്ലെങ്കിൽ വീഡിയോ എടുത്തങ്ങ് പോകും. എന്നാണെങ്കിൽ ഇന്ന് നല്ല അടിപൊളി ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടിപ്സാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതെന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറയാമേ. ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ദോശയും റെഡിയായി. ചൂട് ദോശയും നല്ല ചൂട് സാമ്പാറുമാണ്. വേഗം കഴിക്കാനൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫേസിന് നല്ല അടിപൊളി ഒരു പായ്ക്കാണ്. ഒരു പീൽ ഓഫാണ്. അത് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളതും അതെങ്ങനെയാണെന്ന് അതിൻ്റെ റിസൾട്ട് എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ഞെക്കാനും മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തിയാലേ ആ ഓൾ എന്നുള്ള ഓപ്ഷൻ വരുള്ളൂ. അങ്ങനെ ഓൾ എന്നുള്ള ഓപ്ഷനെ ഒന്ന് പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി സംഭവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് ചിലവൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് പറയുക. അപ്പം ഞാൻ അതെന്നാണ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോയിലൂടെ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിന് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയുള്ളത് ആദ്യം ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിന് വേണ്ടതൊക്കെ ഒരു മുട്ട, അത് ബ്ലോക്ക് മുട്ടയോ നാടൻ കോഴി മുട്ടയോ ഏതായാലും കുഴപ്പമില്ല. ഒരു മുട്ട, പിന്നെ ബ്രൂവിൻ്റെ ഒരു പൊടി, പിന്നെ ടിഷ്യൂ പേപ്പർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ചിലവില്ലാത്തതാണ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കൊന്ന് ഇനി ഈ മുട്ടയുടെ ഉണ്ണി വേണ്ട, വെള്ളം മാത്രം മതി നമുക്ക്. അതൊന്ന് പൊട്ടിച്ച് ഞാൻ ഒഴിച്ചെടുക്കട്ടെ. ഈ മുട്ടയുടെ തുമ്പൊരു ശകലം പൊട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വെള്ളം ഇങ്ങെടുക്കാം കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ് എടുക്കാൻ അറിയാവുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന രീതിക്ക് എടുത്തോളുക. ഉണ്ണി വേണ്ട, വെള്ളം മാത്രം മതി. ചില സമയത്തുണ്ടല്ലോ, ഒരു അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുമല്ലോ, വരാൻ ഭയങ്കര താമസം, അല്ലെങ്കിൽ പെട്ടെന്ന് വരും. എനിക്ക് അത് ഞാൻ എടുത്ത് സിനിമ വരാവേ നടക്കുള്ളൂ. ഇങ്ങനെ ചെരിച്ച് ചെന്നെടുത്തപ്പം പെട്ടെന്ന് വന്നു കേട്ടോ. വെള്ളം മാത്രമായിട്ട് കിട്ടി. ഇനി ഇതിലേക്ക് ബ്രൂവിൻ്റെ പൊടിയും കൂടി ഇടുവാണേ. ഇപ്പം ഇത് 5 രൂപയുടെ പാക്കറ്റാണ്. നമുക്ക് ഇതുപോലെ ചെറിയ പാക്കറ്റ് മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാനൊരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പൊടി. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യും. അപ്പം ഇത് നല്ലപോലെ ഞാൻ പതപ്പിച്ചെടുത്തു കേട്ടോ. ബ്രൂവിൻ്റെ പൊടി നല്ലപോലെ ഇതിനകത്ത് അലിഞ്ഞു. ഇനി നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യവേ. ഇത് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ പുരട്ടാനായിട്ട്. ഞാൻ മുഖം നല്ലപോലെ വാഷ് ചെയ്താണ്. ഞാനിപ്പോൾ കുളിച്ചേച്ച് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ മുഖം നല്ലപോലെ വാഷ് ചെയ്താണ് ഞാൻ. ഇത് നമ്മുടെ മുഖത്തെ ഈ ചെറിയ ചെറിയ ഈ മോക്കുരുവൊക്കെ വന്നതിൻ്റെ ഈ അഴുക്ക് മനം, അതിൻ്റെ ഒരു ഇതിനകത്ത് മുഖത്തിനകത്തിരിക്കില്ല. ഈ മുഖത്തിനൊക്കെ കുരുവൊക്കെ വന്നിച്ച് ഇത് ചെറിയ ചെറിയ നമ്മളിങ്ങനെ ഞെക്കി കളയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു അതിൻ്റെ ആണി എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ പോകാനും, പിന്നെ നമ്മുടെ മുഖം വലിഞ്ഞ് ഒരു പ്രായമാകുമ്പോഴത്തേക്ക് പറയത്തില്ലേ മുഖം തൂങ്ങി തുടങ്ങി എന്നൊക്കെ പറയത്തില്ലേ, അതിനൊക്കെ നല്ല ഇതാണ് ഈ ഒരു പായ്ക്ക് മുഖത്തിങ്ങനെ ഇടുന്നത്. ടൈറ്റാകും നമ്മുടെ സ്കിന്നൊക്കെ. അത് മുട്ടയുടെ വെള്ളം എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ സോഫ്റ്റും ആകും കേട്ടോ.
പിരിയത്തിലൊന്നും ഒരുപാട് തേക്കരുത്. ഇനി ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുമായിരിക്കും, പക്ഷെ ചിരിക്കണ്ട കേട്ടോ, ഏറ്റവും നല്ല സംഭവമാണ്. മൂക്കിലൊക്കെ ചെറിയ പീസാക്കി നമ്മളെടുത്തങ്ങ് പൊട്ടിച്ചാൽ മതി. ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടെ തേച്ച് കൊടുക്കണേ. ഇനി അതെല്ലാം മുഖത്ത് നല്ലപോലെ ഒന്ന് തേച്ചിച്ച് വരാം. അങ്ങനെ ഞാനത് മുഖം മുഴുവനും അപ്ലൈ ചെയ്ത് കേട്ടോ. ആ ടിഷ്യൂ പേപ്പറെ മുഴുവനും ഞാൻ 2-3 പ്രാവശ്യം 2-3 ലെയറായിട്ട് അതിൻ്റെ പുറത്തേക്ക് വീണ്ടും വീണ്ടും ഈ മുട്ടയുടെ വെള്ളയും പിന്നെ ബ്രൂവിൻ്റെ പൊടിയും കൂടി ചേർത്തുള്ള അത് നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് ഇച്ചിരി കട്ടിയിലിരിക്കാണ്ടി. അപ്പോൾ നല്ലപോലെ കട്ടിയിലിട്ട് കൊടുത്ത് എന്നിട്ട് 2 മണിക്കൂറോളം ഞാൻ ഇരുന്ന് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് സെറ്റാകാൻ വേണ്ടി. നല്ലപോലെ സെറ്റായി കഴിയുമ്പോൾ നമ്മളിമാതിരി പാറപ്പുറത്ത് തൊട്ടമാതിരി ഇരിക്കും നമ്മുടെ മുഖത്ത് തൊടുമ്പോൾ കേട്ടോ. അതിട്ട് വെച്ചാൽ ഫാൻ്റെ കീഴിലിരുന്ന് ഞാൻ 2 മണിക്കൂറോളം ഇരുന്നാണ് ഫോണിൽ ഇങ്ങനെ ഒരു നോക്കിയ സമയം പോയത് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് മുഖത്ത് നല്ല ഇതായിട്ടങ്ങ് സെറ്റായി. നമ്മൾ തൊടുമ്പം തന്നെ നമുക്കറിയാം പാറപ്പുറത്ത് തൊടുന്ന ടൈപ്പ്. പക്ഷേങ്കിൽ എനിക്കുണ്ടല്ലോ ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പായ്ക്കാണിത്. ഞാൻ ഇതിന് മുന്നേ ഇട്ടപ്പോഴും എനിക്ക് നല്ല റിസൾട്ടായിരുന്നു. അപ്പം നമ്മുടെ മുഖത്തിന് നല്ല വെളുപ്പും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ കരിവാളിപ്പും ഒക്കെ നല്ലപോലെ മാറിക്കിട്ടും കേട്ടോ. നല്ല ഇതാണ്. എനിക്ക് ഒത്തിരി പായ്ക്ക് ഞാനിങ്ങനെ ഇടാറുണ്ട് കേട്ടോ. പക്ഷേ ഇടുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും എനിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടിയത് ഇതാണ്. എൻ്റെ മുഖം പൊതുവേ ഇച്ചിരി ഓയിൽ സ്കിന്നാണ്. അപ്പം നമ്മൾ എണ്ണയിലൊക്കെ പായ്ക്കൊക്കെ ഇട്ട് അന്നത്തേക്ക് ഇച്ചിരി കളർ വന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുഖത്തങ്ങ് ഓയിൽ പോലെ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, മുഖത്തങ്ങ് ഡള്ളാകുന്ന പോലെ അങ്ങ് ആവുമായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പോൾ കുറേ നടക്കേണ്ട അങ്ങനെ വലിയ പായ്ക്കോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് വീഡിയോയിലും അങ്ങനെ വലുതായിട്ട് കാണിക്കാതിരുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ തോന്നി അതൊക്കെ എൻ്റെ മുഖം ഡള്ളായി തുടങ്ങുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പൊതുവേ എല്ലാ പായ്ക്കിടയിലും അങ്ങ് നിർത്തി. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കിത് ഏത് സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇതുണ്ട് വലിച്ചെടുക്കുമ്പം ചെറുതായിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ ഉണ്ടല്ലോ മുഖത്തൊക്കെ, ആ ചെറിയ ചെറിയ ഹെയറൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ പോരുകയും ചെയ്യും. അതുപോലെ നമ്മുടെ മൂക്കിൻ്റെയൊക്കെ ഇവിടെ ഒക്കെ ചെറുതായിട്ടുള്ള എനിക്ക് പക്ഷേ അത്രയും ഇല്ല കേട്ടോ. ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങ് പോരും കേട്ടോ. അതുമൊക്കെ ഇങ്ങ് പോന്ന് മൂക്കിൻ്റെ ഇവിടെ നല്ല ഇതായിട്ടാണ് നല്ല എന്താ ഒത്തിരി ടൈറ്റായിട്ട് അത് ഇരിക്കുമായിരുന്നു. അത് എടുത്തപ്പോഴത്തേക്കും നമ്മളിങ്ങനെ വലിച്ച് പറിക്കുമ്പോഴത്തേക്ക് ആ മൂക്കിൻ്റെ ഇവിടെ എനിക്ക് ചെറിയ വേണ്ടി എടുത്തു. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അത്ര വലിയ പെയിനും കാര്യങ്ങളൊന്നുമില്ല മൂക്കിൻ്റെ ഇടയിൽ നിന്ന് എടുത്തപ്പോൾ. പിന്നെ വെച്ചാൽ താഴോട്ട് എടുക്കും തോറും നമുക്കത് ഒത്തിരി അങ്ങോട്ട് നമ്മളതുപോലെ കട്ടി കിട്ടാലേ ഉള്ളൂ അങ്ങനെ ഇതായിട്ടിരുന്നു. പക്ഷേ എന്നാണേലും ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തെ ഞാൻ നല്ലപോലെ അവിടെ ഇടയ്ക്ക് ഇച്ചിരിയൊക്കെ അല്ലാതെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. അതെല്ലാം തുളച്ചൊന്ന് കളഞ്ഞേച്ച് മുഖം ഒന്ന് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ. വാഷ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നോക്കിയോ, നിങ്ങൾക്കിത് കാണുമ്പോൾ റിസൾട്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഇതായിട്ടാണ്. സ്കിന്നൊക്കെ ഉണ്ട് നമുക്ക് തൊടുമ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല എൻ്റെ മുഖം തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് അങ്ങ് സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. മുഖത്ത് തൊട്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇവിടെ എല്ലാവരും പറഞ്ഞു മുഖത്ത് നല്ല വ്യത്യാസമുണ്ട്, നല്ല ഇതായിട്ട് തോന്നുന്നു പറഞ്ഞു, നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. ആ മുഖത്ത് നമുക്ക് എടുത്തറിയാം ആ ഒരു വൈറ്റ് നമുക്ക് ആദ്യം ഞാൻ ഇടുന്നതിന് മുമ്പ് എൻ്റെ മുഖം നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഒരുമാതിരി ഡള്ളായിട്ടിരിക്കുന്നതല്ലായിരുന്നു.
പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും നല്ല, പക്ഷേ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇടാമെങ്കിൽ ഉണ്ടല്ലോ നല്ല റിസൾട്ടാണ്. അപ്പം ഞാൻ ഇന്നുള്ളൊരു ഇട്ടതിന് ശേഷം പിന്നെ ഇതിൻ്റെ പുറകെ നിൽക്കുക വെച്ചാൽ പിന്നെ ഇനി ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ചെയ്യാം എന്നുള്ളതിൽ നിന്ന്, പക്ഷേ ഇനി ഞാനിത് ആഴ്ച 2 പ്രാവശ്യമെങ്കിലും ചെയ്യും. അപ്പം ഞാൻ മുഖമൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയേച്ച് വരാം. കഴുകിയേച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുഖത്തെ റിസൾട്ട് ഒന്നും കൂടെ കാണട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ, നിങ്ങൾക്കിത് നല്ല റിസൾട്ടായിരിക്കും. നിങ്ങളിത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ പറയും നല്ല അടിപൊളി ഇതാണ്, ഏത് സ്കിന്നുകാർക്കും പറ്റും കേട്ടോ. നമ്മൾ ഈ പീൽ ഓഫൊക്കെ വെളിയിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നല്ല വിലയുമാണ്, പക്ഷേ ഇത്ര റിസൾട്ട് കിട്ടത്തില്ല. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഓറഞ്ചിൻ്റെയൊക്കെ, പക്ഷേ ഇത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് നല്ല അടിപൊളി റിസൾട്ടാണ്. നമുക്ക് വലിയ പൈസ മുടക്കൊന്നുമില്ല, ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. മൂക്കിൻ്റെ സൈഡൊക്കെ കണ്ടോ നല്ല, എനിക്കറിയാൻ മേല അവിടെയൊക്കെ നല്ല മൂക്കിൻ്റെ സൈഡൊക്കെ നല്ലപോലെയൊക്കെ വെളുത്തു എന്നുള്ളതാണ്. അത്രയ്ക്ക് നല്ല ഒരിതായി, ഒരു എടുത്തറിയാൻ പറ്റും മൂക്കിൻ്റെ സൈഡിൻ്റെ ഷേപ്പൊക്കെ നല്ലപോലെ അറിയാൻ പറ്റും. അത്രയ്ക്ക് നല്ല ഭംഗിയായി. അപ്പം ഞാൻ മുഖമൊക്കെ കഴുകി, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല വ്യത്യാസം. എനിക്ക് നല്ലപോലെ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ സ്കിന്നൊക്കെ നല്ലൊരു സോഫ്റ്റായി കേട്ടോ, നല്ല ഇതായി. ഇത് കണ്ട് എൻ്റെ ഇവിടുത്തെ കളർ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് അന്നേരം തന്നെ അറിയാൻ പറ്റും വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ചേഞ്ച് വരുന്നതിൻ്റെ വ്യത്യാസം. മൂക്കിൻ്റെ കൂടെ നല്ല ഇതായി കേട്ടോ, നല്ല ഇതായിട്ടുണ്ട് മൂക്കിൻ്റെ കൂടെ കണ്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി സംഭവമാണ്. നല്ല നമ്മൾ ഈ പീൽ ഓഫിൻ്റെ ഒക്കെ മേടിച്ച് നമുക്ക് നല്ല വിലയാണ്, അത് മേടിച്ച് നമ്മുടെ മുഖത്തിട്ട് അത് ചെയ്തതിനേക്കാൾ ഏറ്റവും നല്ല റിസൾട്ടാണ് എനിക്കിത് കിട്ടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് വിശേഷം കൂടെ കണ്ടുവെച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാതെ. അപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുവാണേ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കേക്കൊക്കെ ഒരുപാട് തവണയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. കേക്ക് ഉണ്ടാക്കുന്ന അതേ ഇത് തന്നെയാണ്. മൈദ പിന്നെ ശകലം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ മൈദയുടെ കൂടെ തന്നെ ഇട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കും. അരിച്ചെടുത്ത് നമുക്ക് വേണമെങ്കിൽ 2 തവണ ഇത് അരിച്ച് തന്നെ എടുക്കാം. ഞാൻ ഒരു തവണ അരിച്ചെടുത്തുള്ളൂ. എന്നിട്ട് ഞാൻ നല്ലപോലെ അതങ്ങ് മിക്സ് ചെയ്യുവാണ് ചെയ്തത്. പൊടി അതിനകത്തിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ആ പൊടി എടുത്ത അതേ പാത്രത്തിൽ ഒരു പാത്രം പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ മുട്ട ഞാൻ ആദ്യം ഒരെണ്ണമായിരുന്നു എടുത്തത് കേട്ടോ. പക്ഷേ ഒരെണ്ണം തികയത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടെ അതിൻ്റെ കൂടെ എടുത്തായിരുന്നു. അത് പക്ഷേ ഞാൻ കാണിച്ചിട്ടില്ല. അങ്ങനെ അതിനകത്തോട്ട് മുട്ട അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇച്ചിരി വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് എണ്ണയൊക്കെ ചേർത്തിട്ടുണ്ട്. എണ്ണയൊന്നും ഒരുപാടൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പണ്ടൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഗ്ലാസ്സിനായിരുന്നു, ഒരു ഗ്ലാസ് പൊടി എടുക്കുന്നു, അര ഗ്ലാസ്സല്ല 3/4 ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു അര ഗ്ലാസ്സിന് മേളിൽ തന്നെ എണ്ണ, അങ്ങനെ ഒരുപാട് എണ്ണയൊക്കെ ചേർത്തായിരുന്നു ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് അത്രയൊന്നും ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി അത്ര എണ്ണയുടെ ഒന്നും ആവശ്യമില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് എണ്ണയൊക്കെ കുറച്ചു. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല, കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറേശ്ശെ പൊടിയിട്ടാണ് ആദ്യം മിക്സ് ചെയ്യുന്നത്. അങ്ങനെ എടുത്ത് വെച്ച് ഞാനത് ഇതിനകത്തേക്ക് പിന്നെ ഇച്ചിരി പാലും കൂടെ ചേർക്കുന്നുണ്ട്, അത് ഇച്ചിരി ലൂസാകാൻ വേണ്ടി. അങ്ങനെ പാലും കൂടെ ചേർത്താണ് എടുക്കുന്നത്. അപ്പോൾ നേരത്തേക്ക് ഞാൻ ഈ മണലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇച്ചിരി വെറൈറ്റി ആയിട്ടൊന്ന് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടതാണ്. എൻ്റെ സ്വന്തമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല, ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അപ്പോൾ എനിക്കും എന്തിനും തോന്നി അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ്. അപ്പോൾ കൊള്ളുമോ ഇല്ലെന്നറിയാമല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇച്ചിരി കൊക്കോ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഇച്ചിരി പാല് ഞാൻ എടുത്തതിനകത്തോട്ട് ആദ്യം ഇച്ചിരി കൊക്കോ പൗഡർ ഇട്ട് ആദ്യം നല്ലപോലെ ഒന്ന് അതിൻ്റെ ആ കട്ടയെല്ലാം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് അതിനകത്തോട്ട് പിന്നെ മാവും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഈ മാർബിൾ കേക്കില്ലേ അതിൻ്റെ ഒരു രീതിക്ക് ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലപോലെ മാർബിൾ കേക്ക് പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, വീട്ടിലെ പോലെ തന്നെ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിക്ക് വെച്ചാണ് എടുക്കുന്നത്. അപ്പം അതിനകത്തോട്ട് ഇഡ്ഡലി പാത്രത്തിൽ തട്ടിനകത്തോട്ട് ആദ്യം ഇച്ചിരി മാവ് ഒഴിച്ച് കൊടുത്ത് വെച്ച് അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടി കൊക്കോ പൗഡറൊക്കെ ചേർത്തുള്ള അതും കൂടെ ഞാൻ അതിൻ്റെ പുറത്ത് ഇച്ചിരി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമാകും. അവർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇവിടെ ഈ മാർബിൾ കേക്കിൻ്റെ സൈസ് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി. അപ്പം മറ്റേത് നമ്മൾ ഒത്തിരി നേരം അടുപ്പിൽ വെക്കുകയൊക്കെ ചെയ്യണം. ഇത് നമുക്ക് അത്രയും നേരമൊന്നും വെക്കേണ്ടി വരുന്നില്ല, പെട്ടെന്നെല്ലാം സെറ്റ് ആവുന്നുണ്ട്. അപ്പം ഞാൻ അതിനകത്തോട്ട് ആദ്യം ഇച്ചിരി കേക്കിൻ്റെ ഇത് ഒഴിച്ചു കൊടുത്ത് പിന്നെ ചോക്ലേറ്റും കൂടെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ രണ്ടിതായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കി. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയണം. അപ്പോൾ അത് വെന്തോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കുത്തി നോക്കിയത്. അപ്പോൾ കുത്തി നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചുണ്ടാക്കി കേക്ക് സെറ്റായി. നമുക്കിനി കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാം കേട്ടോ, അല്ലാതെ വലിയ ഇതൊന്നുമില്ല. നല്ല ചൂടായതുകൊണ്ട് എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അതിനകത്തുനിന്ന് പെട്ടെന്ന് വിട്ടു പോരുന്നുണ്ട്. അപ്പം എനിക്ക് തന്നെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പെട്ടെന്നൊക്കെ പിള്ളേർക്കൊക്കെ ഒരു ഇച്ചിരി കേക്കൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം.
അല്ലാതെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് എനിക്ക് ഓവനകത്ത് വെച്ച് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. മണലൊക്കെ ഇട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പം മണലൊക്കെ ഇട്ട് എടുക്കുമ്പോഴത്തേക്ക് ആ മണൽ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പേ നല്ലപോലെ ഒന്ന് ചൂടാകാനൊക്കെ ഇടണം. അങ്ങനെയൊക്കെ കുറേ സമയങ്ങളൊക്കെ എടുക്കും കേട്ടോ. അതുപോലെ തന്നെ അല്ലാതെ അടുപ്പിൽ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ മാവെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഉണ്ടല്ലോ, അത് ഒരു 3/4 മണിക്കൂറെങ്കിലും എടുക്കും അതൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. അങ്ങനെയാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരെണ്ണം ഒന്ന് മുറിച്ച് നോക്കുവാണേ. നല്ല ചൂടാണ്. ചൂടായതുകൊണ്ട് നമുക്ക് ആ മുറിക്കുമ്പോഴത്തേക്ക് എൻ്റെ കൈ പൊള്ളുന്നുണ്ട്. അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഒന്നും കൂടെ സോഫ്റ്റായി കേട്ടോ. അപ്പോൾ ഞാൻ മുറിച്ച് നോക്കിയത് അതിനകം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതുണ്ട് നമ്മുടെ ഈ മാർബിൾ കേക്കിൻ്റെ മാതിരിയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നത്. കണ്ടോ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു വര പോലൊക്കെ കണ്ടോ? അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളാകുമ്പോഴത്തേക്ക് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അപ്പം ഞാനങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി ഇനി അവർക്ക് കഴിക്കാനൊക്കെ കൊടുക്കുവാണേ. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ഇതിന് മുമ്പും വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കഴിക്കത്തുള്ളൂ. പക്ഷേ ഇവർ മുഴുവനും കഴിച്ചു കേട്ടോ. അത് കൊണ്ടുവച്ചത് 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 പേർക്ക് ഈ ഓരോന്ന് പെറുക്കിയെടുത്ത് കഴിക്കാനുള്ള സൗകര്യം കൊണ്ട് അവർക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. അതിനെ കണ്ണം പറഞ്ഞ് ഇഡ്ഡലിയുടെ ഷേപ്പാണെങ്കിലും പക്ഷേ കൊള്ളാം, കേക്കിൻ്റെ ടേസ്റ്റൊക്കെ ആണെന്നും പറഞ്ഞിട്ട് അവനെന്നെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരുന്ന് കഴിച്ച്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എന്നെ അച്ചുവിനും ഇഷ്ടപ്പെട്ടു. സാധാരണ അച്ചു ഇങ്ങനത്തെ ഷേപ്പിലൊക്കെ കണ്ടാൽ കഴിക്കില്ല, പ്രത്യേകിച്ച് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കിയെന്നുണ്ട് ഒട്ടുമേ തൊടുകയില്ല. അവൾക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവളും കഴിച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.